നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പ് തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുന്നോടിയായുള്ള ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാന സന്നാഹ മത്സരത്തിൽ നമ്മുടെ സ്വന്തം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ CR7 പോർച്ചുഗലിന് അത്യുജ്വല ജയം. നൈജീരിയയെ 1-2 ഗോളുകൾക്കാണ് പോർച്ചുഗൽ തോൽപ്പിച്ചത്. പോർച്ചുഗലിന് വേണ്ടി പെഡ്രോ നെറ്റോ 23-ാമത്തെ മിനിറ്റിൽ ഗോളടിച്ചു. പിന്നീട് എന്നാൽ 37-ാമത്തെ മിനിറ്റിൽ നൈജീരിയ തിരിച്ചടിച്ചു. ആ ഗോള് ആഡംസിലൂടെ 37-ാമത്തെ മിനിറ്റിൽ തിരിച്ചടിച്ചു. പിന്നീട് 75-ാമത്തെ മിനിറ്റ് വരെ, രണ്ടാം പകുതിയിലെ 75-ാം മിനിറ്റ് വരെ പോർച്ചുഗലിന് കാത്തിരിക്കേണ്ടി വന്നു. കോൺസിക്കാവോയിലൂടെ 75-ാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ അടിച്ചു പോർച്ചുഗൽ. അതോടെ കളി ജയിച്ചു. പോർച്ചുഗലിൻ്റെ കോച്ച് മാർട്ടിനസ് പ്രത്യേകം പറഞ്ഞു, ഇത് ഞങ്ങൾ വലിയ ഗോൾ ഇതിന് ജയിക്കാനല്ല, ഗോൾ ശരാശരിയിൽ ജയിക്കാനല്ല ശ്രമിച്ചത്, പകരം ഒരു സന്നാഹ മത്സരത്തിൽ എല്ലാവർക്കും അവസരം കൊടുക്കുകയും ഒരു പ്രാക്ടീസ് മാച്ച് പോലെ ഇതിനെ കാണാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അതിൽ ഞങ്ങൾ വിജയിച്ചു. ഒരുവിധം എല്ലാവർക്കും അവസരങ്ങൾ കൊടുത്തു. അതുകൊണ്ട് തന്നെ 1-2 ഗോളിൻ്റെ വിജയം ഞങ്ങൾക്ക് തൃപ്തികരമാണ് എന്ന് മാർട്ടിനസ് പറയുന്നുണ്ട്. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യ 11-ൽ തൊട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. മികച്ച കളിയാണ് റൊണാൾഡോയുടെ വക ഉണ്ടായത്. പിന്നെ നൈജീരിയയെ ശരിയായ അർത്ഥത്തിൽ നൈജീരിയയും നന്നായി കളിച്ചു, അത് പറയാതെ വയ്യ, നൈജീരിയയും നന്നായി കളിച്ചു. പക്ഷെ പോർച്ചുഗൽ ഒരു സന്നാഹ മത്സരം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നടപ്പിലാക്കി. അവർ മിക്ക കളിക്കാർക്കും കളിക്കാനുള്ള അവസരം കിട്ടി. അവർക്ക് പിന്നെ മാച്ച് കിട്ടി, പരിശീലനം കിട്ടി. കളിക്ക് മുന്നേ, ലോകകപ്പ് മത്സരത്തിന് മുന്നേ ഉള്ള പരിശീലനം കൃത്യമായിരുന്നു. എന്തായാലും പോർച്ചുഗൽ 1-2 ഗോളുകൾക്ക് ജയിച്ചു. മറ്റൊരു കളിയിൽ ഇംഗ്ലണ്ട് കോസ്റ്റാറിക്കയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. ആ കളിയിൽ ഇംഗ്ലണ്ട് ഏകപക്ഷീയമായാണ് ജയിച്ചത്. അവർക്ക് വേണ്ടി 9-ാമത്തെ മിനിറ്റിൽ റൈസ് ഗോളടിച്ചു. 68-ാമത്തെ മിനിറ്റിൽ ഗോർഡൻ രണ്ടാമത്തെ ഗോൾ പെനാൽറ്റിയിലൂടെ കണ്ടെത്തി. പെനാൽറ്റി ആയിരുന്നു. മൂന്നാമത്തേത് വാട്കിൻസൺ 87-ാമത്തെ മിനിറ്റിൽ വാട്കിൻസൺ 3-ാമത്തെ ഗോളും അടിച്ചു. അങ്ങനെ ഇംഗ്ലണ്ടും പരിപൂർണമായ ഒരു വിജയം നേടിയിരിക്കുന്നു. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ലോകകപ്പ് തുടങ്ങാൻ. ആദ്യ മത്സരം മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ്. ഇന്ത്യൻ സമയം 12:30 രാത്രി 12:30, നാളെ പുലർച്ചെ 12:30 കളി നടക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു മികച്ച ലോകകപ്പ് ഉണ്ടാകട്ടെ.